ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ കറൻ്റ്ലി ഷാർജയിലാണുള്ളത്. ഷാർജയിൽ നമ്മൾ ഏർലി മോർണിംഗ് ആണ്. ഇന്നലത്തെ നമ്മുടെ ദുബായ് എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏർലി മോർണിംഗ് ഒരു 5-6 o'clockനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും മൽക്കും ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. 1 hour അങ്ങനെ എന്തോ ആണ് ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുള്ളത്. അപ്പം ഞങ്ങളിതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു ഉറക്കപ്പിച്ചിലാണ്. അപ്പം നമ്മൾ ഷാർജയിൽ ഇവിടെ നമ്മുടെ സെല്ലുവിൻ്റെ ഫ്രണ്ട് ആൻഡ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് റീഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ അത്യാവശ്യം രാവിലെ മുതൽ ഉച്ച വരെ നമ്മളവിടെ റെസ്റ്റ് ചെയ്ത് റീഫ്രഷ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് നേരെ അജ്മാനിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഹത്തയിലോട്ടാണ്. ഷാർജയിൽ നിന്നും അജ്മാനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ ലൊക്കേഷനിലോട്ട് അത്യാവശ്യം ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ടായിരുന്നു തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് പോകുന്നത് മസ്ഫൂത്തിലാണ്. ഈ ഡേറ്റ് ഇൻസ്റ്റഗ്രാമിൽ എവിടെ റീല് തുറന്നാലും ഈ മസ്ഫൂത്തിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് പോയിക്കൂടാം എന്നുള്ള രീതിയിൽ നമ്മൾ മസ്ഫൂത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. മലനിരകൾക്കിടയിലൂടെ നമ്മളുടെ യാത്ര ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം മോൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു വ്യൂ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ കാടും മലകളും ഒക്കെ കടന്നു പോകുന്ന പോലെ ഇവിടെ നമ്മൾ വന്നാൽ ഈ മലനിരകൾക്കിടയിലുള്ള യാത്ര അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മൽക്ക ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞൊരു ഡേ 1 hour എങ്ങാനും അവൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും അവളുടെ ഒരു ആക്റ്റീവിനൊരു കുറവില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും ഈ ചൂട് ടൈമിൽ നമ്മൾ പോയപ്പോഴും അവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ചെറിയൊരു ചൂടുകാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും ലേക്സും ഡാമും കാര്യങ്ങളും ഒക്കെയായിരുന്നു അവിടെ നമുക്ക് കാണാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡാം പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ആരും ഇല്ലായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറേ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് വന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഫീലും വൈബൊക്കെ നമുക്ക് കിട്ടും. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും റീൽസ് എടുക്കാനാണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമ്മുടെ മൽക്കക്ക് ഈ പ്ലേസസ് ഒന്നും വല്ലാണ്ട് അങ്ങ് ഇഷ്ടമാവുന്നില്ല. അവൾക്ക് പാർക്ക് അങ്ങനെയുള്ളൊരു വൈബൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ കുറേ കഴിഞ്ഞതോടുകൂടി എൻ്റെ മോള് നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉറങ്ങുന്നത്. കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ ഫുള്ള് പുറത്തായതുകൊണ്ട് തന്നെ അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഫൈനലി നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ ട്രെൻഡിങ് ആക്കി കളഞ്ഞൊരു സ്പോട്ടാണിത്. നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളത്തിലും ഒക്കെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ മോൾക്ക് ഇവിടെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൾ ഇറങ്ങുമ്പോഴത്തേനും അവൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോഴേക്കും നമ്മൾ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ വെള്ളമൊക്കെ ആകെ കലങ്ങി ചളി പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് നമുക്കപ്പം വന്ന് ഇറങ്ങാൻ തോന്നിയില്ല ആ ഒരു വെള്ളത്തിലോട്ട്. ആ ഒരു ഹൈജീനൊക്കെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ അവിടെയൊക്കെ ജസ്റ്റ് കണ്ടിട്ട് ഇത് നമ്മുടെ മസ്ഫൂത്തിലെ മ്യൂസിയമാണിത്. ഹത്ത മ്യൂസിയമാണ്. അപ്പം അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല, മോൾ ഉറങ്ങുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുത്തെ ഒരു ലീം ലേക്കിലോട്ട് പോയി. അപ്പോഴേക്കും മോൾ എണീറ്റു. അവൾ സൂപ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു.
ഇവിടെ ലീം ലേക്കിൽ നമ്മൾ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങ് നിന്ന് കുറേ ടൈം. പിന്നെ ഇവിടെ നമുക്ക് ഇതേ കുട്ടികൾക്ക് പറ്റിയ കളിക്കുന്ന പ്ലേ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. ഒരുപാട് വാക്ക് വേസും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും വ്യൂ ആസ്വദിക്കാനാണെങ്കിലും എല്ലാം ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ മൽക്കൊക്കെ ഇതേ കുട്ടികളുടെ കൂടെ അവിടെ തകർത്ത് മറിയാന്ന് പറയില്ലേ, അത്രയും അടിപൊളിയായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടൈം അവിടെ അവൾ കളിക്കാൻ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവൾക്കും വേണ്ടി ചെറിയൊരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ അവളുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം അങ്ങ് സ്പെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇതേ നമ്മുടെ മൽക്കയുടെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടൈം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം തന്നെ ഒരു 12:30 AM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ കറൻ്റ്ലി ഹത്തയിലാണുള്ളത്. നമ്മളിനി ബാക്ക് ടു അബുദാബിയിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ഡ്രൈവ് തന്നെ ഉണ്ട് അബുദാബിയിലോട്ട്. അപ്പം നമുക്ക് എന്തായാലും ഹത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കുറച്ച് പ്ലേസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. ബായ്.